നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 555th day. Today, Pradhamaskanda 5th chapter 14th ശ്ലോകം. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 655 ദിവസം. ഇന്ന് പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിലെ 14ാമത്തെ ശ്ലോകം. ഓം തത്സത്. തതോന്യഥാ കിഞ്ചന യദ്ദി വക്ഷതാ പൃഥക് ദൃശസ്തത്കൃതരൂപനാമഭി ന കുത്രചിത് ക്വാപി ച ദുഃഖിതാ വാദാഹതനൗരിവാസ്പദം. ഓം തത്സത്. തതോന്യഥാ കിഞ്ചന യദ്വിചക്ഷതാ പൃഥക് ദൃശസ്തത്കൃതരൂപനാമഭി ന കുത്രചിത് ക്വാപി ച ദുഃഖിതാ മതിർലഭേദവാദാഹതനൗരിവാസ്പദം. ഓം തത്സത്. തഥാ ഹ അന്യഥാ കിഞ്ചന യദ് വിചക്ഷത പൃഥക് ദൃശ തത് കൃതനാമരൂപഭി തൽകൃതരൂപനാമഭി ന കുത്രചിത് കാപി ച ദുഃഖിതാ ലഭേദ വാദാഹതനൗരി ആസ്പദം. അതായത് തഥ അതിൽ നിന്ന് പൃഥക് ദൃശ ഭേദിച്ചു കാണുന്നവനും അന്യഥ മറ്റു വിധത്തിൽ കിഞ്ചന ഏതെങ്കിലും യത് ഒന്നിനെ വിവക്ഷത ഭജിക്കുവാൻ അതായത് പറയുവാൻ ഇച്ഛിക്കുന്നവൻ്റെ മതി മനസ്സ് തൽകൃത രൂപനാമഭി അതിനാൽ കൃതങ്ങളായ രൂപനാമങ്ങൾ കൊണ്ട് ദുഃഖിതാഹ ദുഃഖത്തോടു കൂടിയതായിട്ട് ക്വാപി ഒരിക്കലും കുത്രചിത് ഒന്നിലും വാദാഹതനൗ ഇവ അതായത് കാറ്റിനാൽ ചലിക്കപ്പെടുന്ന കപ്പൽ പോലെ ആസ്പദം സ്ഥാനത്തെ ന ലഭേദ ലഭിക്കുകയില്ല. അതായത് ഭഗവത് കഥയെ വിട്ട് അന്യകഥ പ്രസ്താവത്തിനുള്ള ആരംഭം നിമിത്തമുള്ള ദോഷം പറഞ്ഞു തരികയാണ് ഇവിടെ. ഈശ്വരൻ്റെ ബഹുവിധ ലീലകളാണ് സൃഷ്ടിസ്ഥിതി സർഗസ്ഥിതി സംഹാരങ്ങൾ. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് കാരണം എന്ന ഏകദൃഷ്ടിയെ ഉറപ്പിക്കാതെ എല്ലാറ്റിലും നാനാത്വ ബുദ്ധിയോടുകൂടി അന്യത എന്തെങ്കിലും പറയുവാൻ ആഗ്രഹിക്കുന്നവന് ഈ ബഹുരൂപങ്ങളായി തോന്നുന്ന നാമരൂപങ്ങളിൽ ഭ്രമിക്കുന്നതും ലോകത്തു കാണുന്ന സർവത്തിലും ഭ്രമിക്കുന്നതും അതിൽ കൊണ്ട് തന്നെ ഒന്നിലും ഒരു ഉറച്ച മനസ്സില്ലാത്തതും അലഞ്ഞുകൊണ്ട് ദുഃഖിക്കുന്നതുമായിട്ടുള്ള ഈ മനുഷ്യരുടെ ചിത്തം മനുഷ്യരുടെ മനസ്സ് കാറ്റിൻ്റെ ശക്തിയാൽ ചലിക്കപ്പെടുന്ന കപ്പൽ പോലെ ഒരു കാലത്തും ഒന്നിലും ഒരു സ്ഥാനത്ത് നിൽക്കുകയില്ല. എപ്പോഴും അനങ്ങിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കും. ആ കപ്പൽ കാറ്റിനാൽ ചലിക്കപ്പെടുന്ന കപ്പൽ കാറ്റ് അങ്ങോട്ട് അടിക്കുമ്പോൾ അങ്ങോട്ട് പോകും, ഇങ്ങോട്ടടിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും. അതിന് സ്ഥിരമായിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാവുകയില്ല.
അതുപോലെ തന്നെ ഇപ്രകാരമുള്ള മനുഷ്യരുടെ മനസ്സിനും ഒരു സ്ഥിര സ്ഥാനമുണ്ടാവുകയില്ല. അത് എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന, ഒന്നിലും ഒരു സ്ഥിരത ലഭിക്കാത്ത, ഒരു തൃപ്തിയും ഒരു സന്തോഷവും സമാധാനവും ആ മനസ്സിന് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഒരു വിശ്രാന്തി ആ മനസ്സിന് ലഭിക്കുകയില്ല. എല്ലാറ്റിനും കാരണം ആ ഭഗവാനാണ്. ആ ഭഗവാന്റെ ലീലകളാണ് സർവസ്വവും എന്നറിഞ്ഞ് ആദിമധ്യാന്തഹീനനായിട്ടുള്ള സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ചെയ്യുന്ന ആ ഭഗവാനെ സ്മരിച്ചുകൊണ്ട്, ആ ഭഗവാനെ ലയിച്ചുകൊണ്ട് സംസാരിക്കാതിരുന്നാൽ ഒന്നിനും ഒരു വിശ്രാന്തി, ഒരു സമാധാനം ലഭിക്കുകയില്ല എന്ന് വ്യക്തമായിട്ട് ഈ ശ്ലോകത്തിലൂടെ നാരദർ പറഞ്ഞു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. തഥോന്യതാ കിഞ്ചന യദ്വിചക്ഷത പൃഥഗ്ദൃശസ്തത്കൃതരൂപനാമഭി ന കുത്രചിത് കാപി ച ദുഃഖിതാമതിർ ലഭേദവാദാഹതനൗരിവാസ്പദം. ഓം തത്സത്. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.